മുറിച്ചു കൊടുത്തു. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് വളർത്തി, സ്ത്രീകൾക്കൊക്കെ മുടിൻ്റെ പ്രാധാന്യം പറയേണ്ട ആവശ്യമില്ല. അത്രയും സ്നേഹിച്ച് വളർത്തിയ മുടി ക്യാൻസർ രോഗികൾക്ക് വിഗുണ്ടാക്കുന്നതിന് മുറിച്ചു കൊടുത്ത് ആ സഹോദരങ്ങളെ നമ്മൾ ഈ വേദിയിൽ ആദരിക്കുകയാണ്. താനിയ, തെൻഹ. ഞങ്ങൾ ലോഗോ ഡിസൈൻ ചെയ്തത് സലീമാണ്. സ്വന്തം ഗുരു തന്നെ, സ്വന്തം അധ്യാപകൻ തന്നെ ആദരിക്കാൻ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. മാത്രമല്ല ദേവദാർ ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകൻ കൂടിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സലീമാണ് ഞങ്ങളുടെ ലോഗോ ഞങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തത്. സന്തോഷരായ എൻ്റെ സഹപ്രവർത്തകരെ, എൻ്റെ വിദ്യാർത്ഥികൾ, ഏതായാലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയും സംഗമവും സംഘടിപ്പിക്കാൻ മുതിർന്ന എൻ്റെ വിദ്യാർത്ഥികളെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുക. ഏതായാലും 38 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഒത്തുകൂടലിന് വേദി ഒരുക്കിയതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഉപദേശം കേൾക്കേണ്ട ആൾക്കാരല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ വല്യപ്പന്മാരും വല്യമ്മമാരും അതിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ നിങ്ങളോടൊന്ന് ഉപദേശിക്കാനാണ്. അതിന് എന്താ പറയുക, നമ്മുടെ കൽക്കരി കയറ്റുന്ന ഇസ്ലാമിക് കൽക്കരി കയറ്റുന്നതൊക്കെ പറയാറുണ്ടല്ലോ, ഇതുപോലെയാവും നമ്മൾ ഈ സമയത്ത് നിങ്ങളൊക്കെ ഉപദേശിക്കണം. എങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തകനെന്ന നിലക്ക് എൻ്റെ തട്ടകമായ ആരോഗ്യ രംഗം ഞാൻ പ്രവർത്തിക്കുന്നത് പാലിയേറ്റീവ് കെയറിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. 84 ഓഗസ്റ്റ് 29 ഇവിടെ നിന്ന് പിരിഞ്ഞുപോയ ഒരാളാണ് ഞാൻ. പിന്നീട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത് അവിടുന്ന് എല്ലാവർക്കും അനാഭിമതനായി തിരിഞ്ഞു വന്നത് ഉദ്യോഗസ്ഥനും കൂടിയാണ് ഞാൻ. കാരണം എൻ്റെ പണി നിങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ ഭാഷയിൽ, സാധാരണക്കാരുടെ ഭാഷയിൽ റെയ്ഡ് നടത്തുന്ന ആളായിരുന്നു. അതത്ര സുഖമുള്ള കാര്യമില്ലല്ലോ. പക്ഷെ ഞാൻ റെയ്ഡ് നടത്തിയതൊക്കെ ഉള്ളവനോടാണ് കേട്ടോ, ഇല്ലാത്തവനോടല്ല. ഉള്ളവന് നിയമം അനുശാസിക്കുന്ന രീതിയിൽ നികുതി കൊടുക്കാത്തവൻ, അതും വലിയ തോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയവൻ, അത്ര ആൾക്കാരെ മാത്രമാണ് നമ്മൾ റെയ്ഡിന് വിധേയമാക്കിയിട്ടുള്ളത്. അത്ര ഉന്നതന്മാരാണ്, സമൂഹത്തിൽ ശ്രേണിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. എല്ലാവരെയും കണ്ടേ സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിപ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു സെക്രട്ടറി നിലയ്ക്ക് വർഷങ്ങളായിട്ട് സെക്രട്ടറി കാരുണ്യ പീനാൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ക്ലിനിക്കിൻ്റെ സെക്രട്ടറി നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോഴേ കിടപ്പിലായ രോഗികളുമായിട്ടാണ് സംവദിക്കാറുള്ളത്. ആരും കിട്ടാത്തതല്ല, അതിന് സഹായിക്കാനും ഒക്കെ ധാരാളം പേരുണ്ട്, സാമ്പത്തികമായി സഹായിക്കാനും മറ്റും ധാരാളം പേരുണ്ട്. കിടപ്പിലായ ആളുടെ അടുത്ത് ചെല്ലാനും കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിക്കാനും സമയം കണ്ടെത്തുന്നവർ വളരെ കുറവാണ്. ഇപ്പം ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇപ്പോൾ വല്യപ്പന്മാരും വല്യമ്മമാരും വലിയ കുട്ടികളൊക്കെ ആയല്ലോ, ഇപ്പോൾ ഒരുമാതിരിയൊക്കെ നിങ്ങളൊക്കെ സ്വസ്ഥത ഉള്ള ഘട്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴേ ഈ നിങ്ങളുടെ പ്രദേശത്തുള്ള പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലേക്ക് ഒന്ന് വരിക. എന്നും വരുന്നതെല്ലാം വരുന്നില്ല, എപ്പോഴെങ്കിലും ഒന്ന് വരിക. അവരുടെ വണ്ടിയിൽ രോഗികളെടുത്ത് പോവുക. നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം വളരെ വലുതായിരുന്നു. പക്ഷെ ഏറ്റവും സ്നേഹവും പരിചരണവും കൊടുക്കുന്നത് അത്തരം വീടുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കിടപ്പിലായ സഹജീവികളെ സന്ദർശിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് മുഖ്യാതിഥി തിരൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി നസീമയെ സ്വാഗതം ചെയ്യാണ്. മുഖ്യാതിഥികൾ, പിന്നെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ എന്നൊന്നും വിളിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഒരുപാട്
ശരിക്കും എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതിൽ എത്ര പേര് എത്തിപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെ ഇതിൽ വരാത്തതുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ ഇതിൽ വരാത്തവർക്കായിരിക്കും ഇന്ന് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവുക. നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ ഇതിൽ അന്ന് ഏറ്റവും കൂടുതൽ വികൃതി കാട്ടിയ ആളുകൾ, അല്ലെങ്കിൽ അത്ര കളിച്ച് ക്ലാസ്സിൽ നടന്നിരുന്ന ആളുകൾ ഇന്ന് ഇതിൽ എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ അവരിത് കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവും. ഞാനൊക്കെ എൻ്റെ സ്കൂൾ കാലം, കോളേജ്, ആ വിദ്യാഭ്യാസ കാലത്ത് നന്നായി എൻജോയ് ചെയ്ത് പരമാവധി കുരുത്തക്കേട് കളിച്ചിട്ട് വന്നതാണ്. തീർച്ചയായും നമുക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ആ പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് ഏറ്റവും വികൃതി കാട്ടിയ ആളുകളാവും ഇന്ന് സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എത്തിപ്പെട്ടിട്ടുണ്ടാവുക. നന്നായി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ കുറേ നന്നായി പഠിക്കുന്ന ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. കുറേ കുട്ടികൾ പഠിക്കൊന്നുമില്ല, അത്യാവശ്യം എല്ലാ വിഷയങ്ങളും ഒരു നോട്ട്ബുക്കിൽ എഴുതി ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളുണ്ടാവും. ഈ സത്യം പറഞ്ഞാൽ ആ ബാക്ക് ബെഞ്ചിലിരുന്ന് വികൃതി കാട്ടിയ കുട്ടികളായിരിക്കും ഇന്ന് ഏറ്റവും നല്ല ബിസിനസ്മാൻമാരും ഏറ്റവും നല്ല പൊളിറ്റീഷ്യന്മാരൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നല്ല സാമൂഹിക സേവനം ചെയ്യുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ടാവുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയാണ്. കാരണം നന്നായി പഠിച്ച ആളുകൾ വളരെ ഹൈ ലെവലിൽ പഠിച്ചു, ഒരു മാനേജറിൻ്റെ കീഴിൽ ജോലി ചെയ്തു, ആ രീതിയിലേക്ക് അവർ പോയിട്ടുണ്ടാവും. ഒരു ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് അവർ മാറിയിട്ടുണ്ടാവുക. പക്ഷേ ഏറ്റവും കൂടുതൽ എല്ലാ ജീവിതവും കോളേജും ലൈഫും വിദ്യാഭ്യാസ കാലവും ഒക്കെ ആസ്വദിച്ച ആൾക്കാർ തൻ്റെ മേലെ ആരും ഉണ്ടാവില്ല അവർക്ക് ഭരിക്കാനും ഭരിക്കപ്പെടാനും. അവർ വളരെ ഹാപ്പി ആയിട്ട് പരമാവധി കയ്യണത്ര സമ്പാദിച്ച് വളരെ സന്തോഷത്തോടെ ജീവിതം നയിക്കുന്ന ഒരാളുണ്ടാവും. പഴയ കാലം ഓർത്തെടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയ ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം നിങ്ങളുടെ കൂടെ കൂടാൻ കഴിഞ്ഞതിൽ. കുഞ്ഞിപ്പകൻ്റെ ആ ഒരു 2 വരിയും കൂടെ കേട്ടിട്ട് അത് പ്രകാശനം ചെയ്തതായി വളരെ സന്തോഷപൂർവ്വം, ആത്മാർത്ഥമായി വളരെ സന്തോഷപൂർവ്വം അത് പ്രകാശനം ചെയ്തതായി അറിയിക്കുകയാണ്. എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷത്തെ നല്ലൊരു ജീവിതം ഇനിയും തരട്ടെ. എല്ലാവിധ പ്രാർത്ഥനകളും കൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ, വളരെ ദൂരത്തുനിന്ന് വരെ വന്ന ആളുകളുണ്ട്, പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ NRI പുറത്തുള്ള സഹോദരങ്ങളെയാണ്. നമ്മുടെ ഈ കൂട്ടായ്മയെ ഏറ്റവും സജീവമായി നിർത്തിയതിന് വലിയൊരു പങ്ക് വഹിച്ചത് അവരാണ്. ഇന്നെല്ലാം അവർക്ക് ഇവിടെ എത്താൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും എത്താൻ പറ്റിയിട്ടില്ല. അവരവിടെ ഇരുന്നിട്ട് അതിൻ്റെ സന്ദേശങ്ങൾ ഇങ്ങനെ ഓരോന്ന് അയച്ചുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് നോക്കിയാൽ അറിയാം. അവർക്കും ഈ ഗ്രൂപ്പിനെ എത്രയും സജീവമായി നിർത്തുന്നതിൽ അവർക്കുള്ളൊരു നന്ദി അവരുടെ അസാന്നിധ്യത്തിൽ അറിയിക്കുന്നു. പിന്നീട് ഈ സ്കൂൾ അധികൃതരെയാണ്, പ്രിൻസിപ്പാൾ, HMA, കൂടാതെ അസൻ മാസ്റ്റർ, ഷെബീർ സാർ തുടങ്ങിയ അധ്യാപകരെ പ്രത്യേകം ഓർക്കുന്ന ഈ അവസരത്തിൽ. പിന്നെ നമ്മുടെ ഈ പരിപാടി സ്പോൺസർ ചെയ്ത നമ്മുടെ സഹോദരങ്ങളായ യാഹു പൂന്തല, അഷറഫ് എന്നിവർക്കുള്ള നന്ദി പറയുന്നു. പിന്നെ അധികമൊന്നും ആർക്കും നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് നന്ദി പറയുന്നില്ല. എല്ലാവരും നമ്മുടെ ഈ സഹോദരങ്ങളെ ഈ ഗ്രൂപ്പിനെ ഇത്രയും സജീവമാക്കി നിർത്തി നിങ്ങളെല്ലാവരുടെയും സഹകരണം ഭാവിയിൽ ഉണ്ടായിരിക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഏഴൂർ ഹൈസ്കൂള് SLC ബാച്ച്, ഏഴൂർ ഹൈസ്കൂള് SLC ബാച്ച് ഓർമ്മകൾ ചിറകടിച്ച് 83 മാർച്ച് മാസത്തിൽ സ്കൂള് വിട്ടിറങ്ങി. ഏഴൂർ ഹൈസ്കൂള് SLC ബാച്ച് ഓർമ്മകൾ ചിറകടിച്ച് 83 മാർച്ച് മാസത്തിൽ സ്കൂള് വിട്ടിറങ്ങി.
വാഹിദ് നാസർ അഷറഫും ചേർന്ന് ഗ്രൂപ്പൊന്നു തട്ടിക്കൂട്ടി എന്നും എല്ലാരും ഒത്തുചേരും. ചെമ്മാട്ട് നിന്നും മൂസക്കായെത്തും പാട്ടിന്റെ തേൻ കുളിരാ. അതിനൊപ്പം പാടാൻ ഇസ്മായിലും പിന്നെ ലൈലായും വന്നെത്തും. മൊയ്തീൻകുട്ടി ഇസ്മായിൽ പ്രകാശ് ഷംസു തെഗയും കുട്ടി സലീം ഹബീബ് റഹ്മാൻ റഷീദ് ഗസാലി അവരെല്ലാം ഒത്തുചേരും. അന്ന് അവരെല്ലാം കൂടെ ചേരും. ദുഫായിൽ നിന്നും ഇല്യാസുമെത്തും യാഹുവും കൂടെ എത്തും. ഇതിനായി അവരെല്ലാം ഓടിയെത്തും. പാലപ്പെട്ടി ഇബ്രാഹിം കുട്ടി കുഞ്ഞിപ്പയും കൂടെ എത്തും. ശിവദാസും കോയയും ഒത്തുചേരാനായി സ്നേഹത്തോടെ ഓടിയെത്തും.
അദ്ദേഹം സ്പോൺസർ ചെയ്യുന്നത് എക്സോന്റെ ഡിഷ് വാഷ് ബാറും അതുപോലെ തന്നെ റിസോന്റെ സോപ്പ് പൗഡറും നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഇവിടെ സമർപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും പോകാൻ നേരം അത് കൈപ്പറ്റാവുന്നതാണ്. എല്ലാവരും ഒരു നല്ലൊരു കൈയടി കൊടുക്കാം. പിന്നെ ഇന്നത്തെ ഈവനിങ് സെഷന്റെ പാനല് ടി അബ്ദുൽ നാസർ സാറ്, ഇന്ത്യൻ കുട്ടി സാറ്, റംല, സുഹറ എന്നിവരാണ് ഇന്നത്തെ ഈ വൈകുന്നേരത്തെ സെഷൻ നിയന്ത്രിക്കുന്ന പാനൽ. പിന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ സ്വാഗതം പറയാനുള്ള കാര്യമാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവരും പ്രിയങ്കരയായ എൻ്റെ ഉമ്മ കൂടിയായ ഉമ്മ ബസുവിനെ ക്ഷണിക്കുന്നു. പ്രിയ സഹപാഠികളെ, ഇന്ന് വരെ വാട്സപ്പിൽ മാത്രം സജീവമായിരുന്ന നമ്മളെല്ലാവരും നമുക്ക് ഒരു വേദി കിട്ടിയതാണ്. അതിൽ ഞാൻ എൻ്റെ കാര്യം നമ്മളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. 10ാം ക്ലാസ് വരെ നമ്മൾ ഒരുമിച്ച് കളിച്ചും ചിന്തിച്ചും അവസാനം ഓരോരുത്തരും ഓരോ ഇതിലേക്ക് ചേരുകയും ഓരോ അനുഭവങ്ങളാണ് നമ്മുടെ വീണ്ടും കൈപിടിച്ച് ഒരുമിച്ച് നമ്മുടെ ഓരോരുടെ തീരത്തേക്ക് എത്തിച്ച ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ ആദ്യം സ്വാഗതം ചെയ്യുന്നു. പിന്നീട് എല്ലാവരുടെയും തിരക്കുകൾ മാറ്റിവെച്ച് ഇന്ന് ഈ അംഗങ്ങളിൽ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ എൻ്റെ പേരിലും പരിപാടിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഏരുന്തി കുട്ടി, നാട്ടിൽ കുഞ്ഞിപ്പാന്ന് വിളിക്കും. 10th ബിയിലായിരുന്നു പഠിച്ചിരുന്നത്. സ്ഥലം ഇല്ലത്തപ്പാട്. എൻ്റെ പേര് മുഹമ്മദ് ബഷീർ ജെക്ക്. 10th ബിയിലായിരുന്നു പഠിച്ചത്. തിരൂർ ജയൻ സ്കൂൾ നടത്തുന്നത്. എൻ്റെ പേര് മുഹമ്മദ് കുട്ടി, ഇഷ്ടപ്പെട്ടവർക്ക് മുസ്തഫ എന്ന് വിളിക്കും. വീട് ബാംഗ്ലൂർ. 10ലെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ അനിയനത് 10ായിരുന്നു. വാണിയൂർ അനുമാനമാണ്. എൻ്റെ പേര് മുഹമ്മദ് കുട്ടി AK MK എന്ന് വിളിക്കും. ഞാനിപ്പോൾ താമസിക്കുന്നത് DP അങ്ങാടിയാണ്. 10 ഈലായിരുന്നു. എൻ്റെ പേര് ഇബ്രാഹിം കുട്ടി, ഞാനിപ്പോൾ ചന്ദ്രയിൽ താമസിക്കുന്നത്. 10 ബിയിൽ. എൻ്റെ പേര് അഹമ്മദ് ബഷീർ, 10 ഏഴിലേക്ക് പഠിച്ചിരുന്നത്. വീട് മെഡിസെറ്റ്. എൻ്റെ പേര് യാഹു, 10th ബിയിലായിരുന്നു. വീട് പഴയപ്പള്ളി. എൻ്റെ പേര് മണിയന്ന്, ഞാൻ ഇപ്പോൾ ആലങ്കരയിലാണ് താമസിക്കുന്നത്. ഞാൻ മൂസ. പിന്നെ ഒരു പെണ്ണും 3 കുട്ടികളുണ്ട്. ചെമ്പാടാണ് താമസം. 10ലാണ് 7 വിദ്യാർത്ഥി. ഞാൻ സാദിഖ് വൈശ്യപ്പറമ്പിൽ, ചമ്രയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. 10 സിയിലായിരുന്നു പഠിച്ചത്. എൻ്റെ പേര് കോയ, ഞാൻ 10 ഏഴിലാണ് പഠിച്ചിരുന്നത്. യുവകാട്ടിലാണ് വന്നത്. എൻ്റെ പേര് ഷാഹുൽ ഹമീദ് DP, ഡിവിഷൻ 10 E, പയ്യനങ്ങാടി തങ്ങൾസ് റോഡിൽ താമസിക്കുന്നു. ഞാൻ രാജൻ, 10 ബിയിലാണ്. ഞാൻ അബൂബക്കർ താമസം, തിരൂരാണ്. 10 A. ഞാൻ മുഹമ്മദ് ഇസ്മായിൽ IP, 10ാം ക്ലാസ് ഡിവിഷനൊന്നും ജോലിക്കുന്നത്. വീട് തിരൂരായിരുന്നു. താമസിക്കുന്നത് മൂച്ചിക്കുന്നു. എൻ്റെ പേര് അബ്ദുൽ അസീസ്, തിരൂർ പുല്ലൂർ, നോർത്ത് പുല്ലൂർ സ്വദേശി.
10th C. മുസ്തഫ കാക്ക് 10th E നോർത്ത് മുണ്ടൂർ. എൻ്റെ പേര് മണി, ആംഗ്ലങ്ങളുടെ വീട് 10 C പഠിച്ചു. എൻ്റെ പേര് സുരേഷ്, തെക്കോട്ടുകര താമസം 10 D. സുരേഷ് കുമാർ തെക്കോമലയിൽ സ്വദേശിയാണ്, 10 A ക്ലാസ്സിൽ പഠിച്ചു. എൻ്റെ പേര് സുരേന്ദ്രൻ, 10 സീനായി പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ കച്ചവടം പഠിക്കുന്ന ആളാണ്. ഒക്കെ പുത്തൂർ വീട്. എൻ്റെ പേര് ഇസ്മായിൽ, 10 E. ഞാനിപ്പോൾ താമസം 7 ബാവാജിപ്പേട്ട്. ഞാൻ സേതുമാധവൻ, 10 സീലാണ്. ഇപ്പോൾ കുഞ്ഞിക്കൂടിയിരുന്ന താഴെക്കാൻ താമസം. ഞാൻ സാധനം മുത്തൂരാണ് സ്വദേശം, 10th B. ഇപ്പോൾ ഫാർമസിസ്റ്റാണ്, ഇപ്പോൾ കൽപ്പഞ്ചേരി സ്ഥലത്ത്. ഞാൻ പ്രകാശ്, ഞാൻ കണിതരാണ്, 10th C. ശരീരത്തിന് ആരോഗ്യമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും പഠിച്ചു തന്നാൽ പ്രാർത്ഥിക്കാം. പിന്നെ സിദ്ദീഖ് എൻ്റെ ഒരു മറ്റേ ചെങ്കാണ്, ഞങ്ങളുടെ കൂടെ മിണ്ടാതെ അവിടെ ഇരിക്കുക. തിരുവിലാണ് വീട്. 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ എൻ്റെ ക്ലാസ്സിലായി. ഞാൻ മൊയ്തീൻകുട്ടിയാണ്, തലക്കടത്തൂരാണ് എൻ്റെ സ്വദേശം, 10 E. പുത്തൂരാണ് വീട്, 10 Bയിലായിരുന്നു പഠിച്ചിരുന്നത്. ഞാൻ അഭിസമ കൈരിക്കണം, പുത്തൂരാണ് വീട്, 10 A. ഞാൻ KPDക്കൽ ഹൗസ് പയ്യനങ്ങാടിയിലാണ് താമസിക്കുന്നത്. ഭാര്യ ഞാൻ അബ്ദുൽ സലീം, എൻ്റെ വീട് സ്റ്റേഡിയത്തിനടുത്താണ്. 10th A ചിത്രപരമോഷ ക്ലാസ്സിലായിരുന്നു. 10 Dയിലായിരുന്നു. ഞാൻ അഷ്റഫ്, താഴെപ്പാലാണ് വീട്. 8 A പഠിച്ചിരുന്നു, 9 A പഠിച്ചിരുന്നു, 10 Bയിലായിരുന്നു. പക്ഷെ ക്ലാസ്സിൽ കൂടുതൽ ഇരിക്കാറില്ല, അതുകൊണ്ട് 10 B പഠിച്ചെന്ന് പറയാൻ വയ്യ. ഏറ്റവും കച്ചറ കളിച്ചിരുന്ന അവർ പറഞ്ഞ മാതിരത്തെ ആളാണ്. പക്ഷേ രണ്ടാമത്തെ ചാൻസ് എഴുതിയപ്പോൾ ഈ സ്കൂളിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ഔദ്യോഗിക പരിപാടിയാണ്. ഞാൻ നാസർ തറമ്പത്, 8 Dയിൽ 9 Cയിൽ 10 Cയിലാണ് പഠിച്ചിരുന്നത്. പിന്നെ ഒരു ഭാര്യയും 2 കുട്ടികളും. ഞാൻ ഖദീജ, 10 Cയിലായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പോൾ താമസം 7. പ്രപഞ്ചനാഥനും സർവസൃഷ്ടി സംഹാരകർത്താവും ലോകരക്ഷിതാവും പരിപാലകനുമായ സർവേശ്വരന്റെ നാമത്തിൽ ഞാൻ സെഫിയ, 10 D, പുറത്തൂർ മരവന്ത. ഞാൻ സജീവ, 20, 10 D. ഞാൻ ഫാത്തിമത്ത് സുഹറ, 10 D, പുത്തൂർ താമസം. ഞാൻ റസിയ, 10 C, ഇപ്പോൾ താമസം വീട്ടിയങ്ങാടി. ഞാൻ റസീന, ഇപ്പോൾ താമസം കൽപ്പഞ്ചേരി, 10 C. ഞാൻ സൈന, 10 C, ഇപ്പോൾ താമസം എത്തും. ഞാൻ റഹ്മത്ത്, തലക്കത്തൂര്, 10 D. കട്ടച്ചറ, 10 Dയിലാണ് പഠിച്ചിരുന്നത്. ഞാൻ നസീറ, ഞാൻ 10 Dയിലായി താമസം. ഇപ്പോൾ 10 Dയിലായിരുന്നു പഠിച്ചിരുന്നത്. എൻ്റെ ഇപ്പോൾ വീട് ഇങ്ങാവൂരാണ്. ഞാൻ ആയിഷ, 10 C. ഞാൻ ഞാൻ 10 Dയിലായിരുന്നു. ഇപ്പോൾ കോഴിക്കോട്
ഞാൻ ഖദീജ സിയിലാണ് പഠിച്ചിരുന്നത്. മുൻപടിയാണ് താമസം. പുഷ്പലത ലക്സി മണിമാഷി. ഞാൻ കുറിച്ചു പിന്നെ 10 സീലായിരുന്നു മണിമാഷ ക്ലാസ്സിൽ. ആ കുറിച്ചാണ് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ 10 സീലായിരുന്നു മണിമാഷ ക്ലാസ്സിലേക്ക്. എൻ്റെ വീട് കോട്ട് കണ്ണൂരിലാണ്. സുഹറ പയ്യനങ്ങാടി 10 D. ഗുഡ് ഈവനിങ് ഹോൾ. ഞാൻ റംദാബി 10 ഡിയിലാണ് പഠിച്ചിരുന്നത്. കഴക്കൂട്ട സ്വദേശിയാണ്. ഇപ്പോൾ പുറത്തൂരാണ് താമസിക്കുന്നത്. 10 സീലായിരുന്നു പറയുന്നത്. ഇതാണ് എനിക്ക് ഓർമ്മ. വൈശാഖിങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഓർമ്മ. പേര് സുഹറ. പുത്തൂരാണ് എൻ്റെ വീട്. കല്യാണം കഴിച്ചിട്ട് കൂട്ടായി. പുഷ്പ വാണിയുടെ പഠിച്ചിരുന്നത് കർണാടക. ഞാൻ ലീല 10 പേര്. ജലീല 10 ഞാൻ 7 പറഞ്ഞു. ഞാൻ കാർത്തിയായി ഇപ്പോൾ താമസം കിട്ടി. ഡിവിഷൻ 10 പേര് കുട്ടിപ്പറം താമസം. ഞാൻ ഉഷ മുത്തൂരാണ് താമസം. പ്രേമലത 10A മുത്തൂരാണ് താമസം. സീനത്ത് 10 E താമസം. ഞാൻ രാവില 10 ഡിയിലായിരുന്നു. ഇപ്പോൾ താമസം. ഞാൻ വഹീദ 10 ഡിയിലായിരുന്നു. ഡിവിഷൻ താമസം. ഞാൻ സുബൈദ. ഞാൻ 10 സീലായിരുന്നു. ഇപ്പോൾ താമസിക്കുന്നു മലം. അപ്പൊ നമ്മളിതിനൊരു ഇതിന് അവസരം ഉണ്ടാക്കിയ ആളുകൾ അവര് നമ്മളത് വന്നു. അപ്പോ നമ്മുടെ ആശ്വാസം കൊണ്ടുതന്നെ നമ്മളെ ഉടായ്പ ടീമുകൾ നമ്മളെ സാഹിത്യകാരന് അനീഫ എല്ലായിടത്തും കൂടി. അപ്പോൾ ആ ഉപഹാരം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഉടായ്പിന്റെ പ്രസിഡന്റ് മൂസക്കായി അത് ഏറ്റുവാങ്ങാൻ വേണ്ടി ആ തമിഴ് നാസം ഒരുപാട് നൽകുന്നതിന് സുരേഷിനെ ആ സമ്മാനം ലഭിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെ കടന്നുകൂടി കടന്നാലേ നിങ്ങൾക്ക് ആ സമ്മാനം ലഭിക്കുള്ളൂ. അത് നിങ്ങൾ ചെയ്യുന്ന ചെറിയൊരു പ്രവൃത്തി മാത്രം. വളരെ വളരെ ചെറിയൊരു പ്രവൃത്തി. ആ നിങ്ങളിരിക്കുന്ന ചെയർ അടുത്തുള്ളവൻ്റെ മൂക്കത്ത് തട്ടാതെ മെല്ലെ എടുത്ത് പൊക്കി നോക്കിയാൽ അതിൻ്റെ അടിയിലൊരു നമ്പർ കാണും. ആ നമ്പർ എടുത്ത് കയ്യിൽ വെക്കുക. ഞങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങളെ സമ്മാനമായി സമീപിക്കും. വളരെ നമ്പർ ആ സഹോദരന്മാരെ. പക്ഷേ ശ്രദ്ധിക്കുക, ചെയറെടുക്കുമ്പോൾ അടുത്തുള്ളവൻ്റെ മൂക്കത്താ ചെറുതാ തടിയുള്ളവനൊക്കെ അടുത്തുണ്ട്.
സമയമില്ല. എന്നാൽ പോലും പിരിയുന്ന സമയത്തൊക്കെ ഏറെ നമ്മൾ അടുത്തിരുന്നു. എന്തൊക്കെയായാലും അതിനുശേഷം നമ്മുടെ സ്കൂൾ ജീവിതം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോഴേ ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നമ്മളെ സ്കൂളിൽ നമ്മളെ ബാച്ചിൽ പഠിച്ചിരുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഓട്ടോഗ്രാഫ് ഇപ്പോൾ കയ്യിലുണ്ടാകുന്നുണ്ടോ? ആരുടെ കയ്യിലുമില്ല. ഞാൻ സ്കൂളിൽ വന്നിട്ട് സമരം ചെയ്യാൻ കഴിയുന്നു ഒരു കാലഘട്ടത്തിൽ. ആ സമരം കൊണ്ട് എൻ്റെ ജീവിതം തന്നെ നശിച്ചു. അതിൻ്റെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ആ വിഷമം മുന്നിട്ട് വേണ്ടിയാറുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കളൊക്കെ പറഞ്ഞത് നല്ലവണ്ണം പഠിക്കണം, പഠിച്ചാലേ കടയിൽ എത്തുകൊള്ളുന്നില്ല ഒരു ക്ലാസ്സാണ് പഠിക്കുന്നത്. കോയമാഷ് കെമിസ്ട്രി എടുത്തിരുന്ന ഒരു ക്ലാസ്സിൽ ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് എന്ന് കൊണ്ട് വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷെ അന്ന് സ്പെഷ്യൽ ക്ലാസ് ഒന്നും ഉണ്ടായില്ല. അപ്പുറത്ത് ഒരു ബുധനാഴ്ച കുറച്ച് ടീമുണ്ടായിരുന്നു. അന്ന് ഒരു തല്ലിപ്പൊളി പാട്ടിങ്ങനെ പാടിയിരുന്നു എല്ലാവരും കൂടി. അംശം എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് റെഡി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ആ ഓർമ്മൊന്നും കോയമാഷ കണ്ടു. കോയമാഷ് ഒരു പ്രതിഭാസമായിരുന്നു. കോയമാഷ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. കോയമാഷ് ക്ലാസ്സിൽ കോയമാഷ് ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടി ജയിപ്പിച്ചു നിർത്തും. അതേ കോഴ്സ് തന്നെ എന്നോട് ഞാൻ ചോദിച്ചതാണ്. കാരണം മാഷക്കാരെ ചോദിച്ചിട്ട് കാര്യമില്ല. നമുക്കെന്നാ നീച്ച അതേ കോഴ്സ് തന്നെ സാറ് പറയും. നമ്മോട് ചോദിച്ചിട്ടില്ല. നിങ്ങളൊക്കെ വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നത് വളരെ കൃത്യമായി പറഞ്ഞിരുന്ന ഒരു മാഷായിരുന്നു കോയ മാഷ. അത് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയല്ല. പക്ഷെ നമ്മളെ കുരുത്തക്കേട് കണ്ടിട്ട് സാറിനത് പറയാൻ തോന്നിയെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ സമ്മാനം ഇങ്ങോട്ട് തിരിഞ്ഞാൽ കാണാം. യശോദന്റെ ആളെ ഇവിടെ ഉണ്ട് കേട്ടോ. മണി കേൾക്കുന്നുണ്ടാവും. യശോദ അവിടെ നിന്ന് പറഞ്ഞു ഇനി മേലാൽ ചിരിക്കുകയില്ല. അപ്പൊ വീണ്ടും ചിരിച്ചു. ക്ലാസ് മുറിയിൽ നിന്ന് പുറത്താക്കി. എൻ്റെ സഹപാഠികളെ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. എന്നാലും അതൊന്നും ഇപ്പോൾ പറയാൻ നമുക്ക് സമയമില്ലല്ലോ. ഈ വേദി ഇങ്ങനെ ഉണ്ടായതിന് നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യം. കാരണം ഇങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല. നമ്മൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ പുതിയ പുതിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കിട്ടുന്നതിനോ അതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊന്നും ഇതൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ 10-30 വർഷം മുമ്പുള്ള നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇതുവരെ ചിന്തപോലും ഇട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഈ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെയാണ് ഇപ്പോഴും നമ്മളെ ഈ ഒരു കൂട്ടായ്മക്ക് വേണ്ടിയിട്ട് എത്ര ദിവസം വരെ അവർ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യും. അവരെ ഒരുപാട് ജോലികളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർ തോന്നി. അവിടെ ഓലച്ചെട്ട് കഴിഞ്ഞ ദിവസം ആരാണ് പോസ്റ്റ് ചെയ്തത്? സൈന. ആ സൈന പോസ്റ്റ് ചെയ്ത് അതില് ഫസ്റ്റ് സെക്കൻഡ് രണ്ടാമത്തെ ക്ലാസ് ആയിരുന്നു. 9ാം ക്ലാസ് ഞങ്ങൾ പഠിച്ചിരുന്നത്. 10ാം ക്ലാസ് എവിടെയെന്ന് അറിയില്ല. അന്ന് ഞാൻ എഴുതി കൊടുത്തൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു സമരം ചെയ്യാൻ വേണ്ടി. അതാണ് എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മയുണ്ടായത്. ഷെഡുകളൊന്നും മേയാതെ വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ ഇനിയും നിങ്ങൾ നോക്കേണ്ട. ഞങ്ങൾ എഴുതി കൊടുത്ത് ഞങ്ങൾ മുദ്രാവാക്യം വെച്ച് ഞങ്ങൾ സ്കൂൾ വിളിച്ച് ഗെയിൻ്റെ ഓഫീസിൽ പോയിട്ട് ജനാലി പാലിനെ കുത്തിയൂരി കൊടുത്ത് ലാസ്റ്റ് ഒരു വക്കീൽ നോട്ടീസും വന്നിരുന്നു.
പക്ഷെ ചെട്ടൊക്കെ മേനിയെന്ന്. അപ്പൊ അന്ന് ഈ പറഞ്ഞതും നേരത്തെ ഗ്രൂപ്പിൽ പറയുന്നതും അറിയാം, മുദ്രാവാക്യം വിളിക്കാനും സമരം ഉണ്ടാക്കാനും ക്ലാസ് കട്ട് ചെയ്യാനും ഏറ്റവും മുന്നിൽ നിന്ന ആളാണ് ഞാൻ. ഓക്കെ, താങ്ക് യു. സേവനഭാരം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ തേങ്ങ, അവില്, ശർക്കര, അതുപോലെ കാശ് ഇങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇതൊക്കെ ഓർക്കുന്നുണ്ടാന്ന് അറിയില്ല. അപ്പോ ഞാൻ 10 ബിയിലായിരുന്നു. ഞാൻ മത്സരിച്ച ബഷീറിനായിട്ടാണ്. മത്സരിക്കുമ്പോൾ ബഷീർ എന്നോട് പറഞ്ഞ് തോൽക്കോടാജി നിൽക്കണ്ടാന്ന്. പക്ഷെ എന്നാലും ഞാൻ നിന്ന് ഉഷാകുമാരി വർത്താനം പറയാണ്. ഉഷാകുമാരിയൊക്കെ എനിക്ക് വോട്ട് ചെയ്ത് ഞാൻ ജയിച്ചു കിട്ടാം. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയാം, സേവനഭാരത്തിന് എല്ലാവരും 50 പൈസ 1 രൂപ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ട് ഏകദേശം ഒരു 50 രൂപന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ അതിന് സേതുവിന്റെ വീട്ടിൽ പോയിട്ട് മോരൈസും ചെരണ്ടൈസും കുട്ടണിയൊക്കെ തിന്നു. മാഷ് കാശ് ചോദിച്ചപ്പോഴ് എല്ലാ ക്ലാസ് ലീഡർമാരും കൊടുത്ത് എൻ്റെ അടുത്ത് കാശില്ല. ഉമ്മാനോട് ചോദിക്കാനാണ് എൻ്റെ പേടി. 50 രൂപ ഉണ്ട്. പക്ഷെ ആ 50 രൂപന്റെ കണക്ക് നമ്മളെ ലണ്ടനിൽ ഇരുന്നിട്ട് നല്ലതായിട്ട് അസീസ് കൂട്ടിയിട്ടുണ്ട്. 3758 രൂപയാണ് അതിന്റെ ഇൻട്രസ്റ്റ് അടക്കം വന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് കണക്ക് തന്നത്. അതുകൊണ്ട് ഞാനും യാവും കൂടി ഇത് സ്പോൺസർ ചെയ്ത് ആ കടം വീട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. മുൾച്ചെടി തലപ്പിലും
പഞ്ചമി